തീർച്ചയായിട്ടും ആഗ്രഹിക്കുന്നുണ്ട്. കാരണം ചരിത്രത്തിൽ ഇതുവരെ ഇല്ലാത്ത സമാനതകളില്ലാത്ത വികസന പ്രവർത്തനങ്ങളാണ് ഈ പിണറായി ഗവൺമെന്റ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ നാട്ടിലെ പാവപ്പെട്ടവന്റെ പെൻഷൻ ഇത്രയധികം വർദ്ധിപ്പിച്ചുകൊണ്ട് അതും ഒരു കുടിശ്ശികയുമില്ലാതെ കൊടുക്കുന്ന തരത്തിലേക്ക് ഗവൺമെന്റ് മാറി. അത് മനസ്സിലാക്കുന്ന ഏറ്റവും പാവപ്പെട്ട ആളുകളെ സഹായിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ഗവൺമെന്റാണ് ഇത് ഒരാളും ഇതൊന്നും മറന്നു പോകില്ല എന്നാണ്. മൂന്നാമതും ഈ ഗവൺമെന്റ് അധികാരത്തിൽ വരും എന്ന കാര്യത്തിൽ ഒരു സംശയം നമ്മളെ സംബന്ധിച്ചില്ല. സതീശനൊക്കെ പറയാണ് ജനം ഓൾറെഡി തീരുമാനിച്ചു കഴിഞ്ഞു UDF അധികാരത്തിൽ വരും. വളരെ ആത്മവിശ്വാസമാണ് അവർ. അതെ, മറന്നു പോകില്ലല്ലോ, ജനങ്ങളൊന്നും മറക്കൂലല്ലോ. 10 വർഷം മുമ്പ് 18 മാസക്കാലത്തെ പെൻഷൻ കുടിശ്ശിയാക്കിട്ട് പോയവരാ. അവരാണ് ഇപ്പൊ പറയുന്നത് അന്നത്തെ മന്ത്രിമാർ 20 മന്ത്രിമാരുടെ 20 പേരുടെ പേരിലും അഴിമതി ആരോപണം ഉണ്ടായിരുന്നു. ഇന്ന് അതൊന്നും ഇല്ല. അപ്പൊ ഇതെല്ലാം ജനങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. പുതിയ തലമുറ എന്ന് പറയുന്നത് വിദ്യാസമ്പന്നരാണ്. അവർ നന്നായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. അവർ ചിന്തിച്ചു. നേരത്തെ സതീശൻ പറഞ്ഞ ശരിയാ, ജനങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. ആ തീരുമാനം പറയുന്നത് മൂന്നാമതും ഈ ഗവൺമെന്റിനെ കൊണ്ടുവരാൻ വേണ്ടിയുള്ളതാണ്. LDF അധികാരത്തിൽ വരികയാണെങ്കിൽ മുഖ്യമന്ത്രി ആരെന്ന യോഗത്തിന് ഒറ്റ ഉത്തരവേ ഉള്ളൂ. അതേസമയം UDF ആരായിരിക്കും അവർക്ക് തന്നെ പറയാൻ കഴിയില്ല. UDF തന്നെ പറയാൻ കഴിയാത്ത സ്ഥിതിയാണ്. മത്സരം നല്ല അടിയായിരിക്കും. അതുകൊണ്ട് ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല അവരെ കൊണ്ടുവരാൻ. തെരഞ്ഞെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. തീർച്ചയായിട്ടും സതീശനായാലും പ്രൊഫസറായാലും സണ്ണി ജോസഫ് ആയാലും രമേശ് ചെന്നിത്തല ആയാലും ഇവരെല്ലാം ഇതിനു വേണ്ടി കാത്തിരിക്കുന്നവരാ. അതുകൊണ്ട് ഒരു സാധ്യതയില്ല. അതിന് പ്രതീക്ഷിക്കേണ്ട UDF എന്ന് നമുക്ക് പറയാം.